ഈ സമരത്തെ പിന്തുണച്ച കലാകാരിയുമായ രഞ്ജിനി ഹരിദാസ് ഉണ്ട് നമ്മോടൊപ്പം ഇപ്പോൾ. പെട്ടെന്ന് അവർക്ക് ചില തൊഴിൽ സംബന്ധമായ തിരക്കുള്ളത് കൊണ്ട് ഒന്ന് പ്രതികരിക്കാനായി എത്തിയതാണ്. ശ്രീ രഞ്ജിനി ഹരിദാസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വശം ഇവിടെ സമരക്കാർക്ക് പിന്തുണ നൽകിയ വ്യക്തികളിൽ സാംസ്കാരിക നായകരുണ്ട്, കലാപ്രവർത്തകരുണ്ട്. അതിലൊരാളായിരുന്നു രഞ്ജിനി. ഇപ്പോൾ എന്തു തോന്നുന്നു? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അതായിരുന്നു തുടക്കം മുതൽ നമ്മുടെ ഈ പ്രൊട്ടസ്റ്റിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഡിമാൻഡ്. ഇത്രയധികം ആഴ്ചകൾ അവരവിടെ പ്രൊട്ടസ്റ്റ് ചെയ്തു. 35-40 ദിവസത്തിനടുത്ത് പ്രൊട്ടസ്റ്റ് നിർത്തി. ഒരിക്കൽ പോലും ഒരു സംവാദത്തിന് വേണ്ടി തയ്യാറായില്ല ആ ഗവൺമെന്റ്. എന്നിട്ട് ഫൈനലി അവർ പിൻവാങ്ങില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ മുട്ടുകുത്തേണ്ടി വന്നു. ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ യുവജനത്തിന്റെ ഒരു വിജയം തന്നെയാണ്. ഈ ഒരു വിജയത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും നമ്മളുടെ ഒരു ചാൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ ജനാധിപത്യം മെയിൻറ്റെയിൻ ചെയ്യാൻ. അതിന് നമ്മളെ മുന്നിൽ നിന്നും ലീഡ് ചെയ്യേണ്ടത് നമ്മുടെ യുവജനത തന്നെയാണ്. പക്ഷേ വലിയ രീതിയിൽ അത് അടിച്ചമർത്താൻ ഇവർ ശ്രമിച്ചു. ഞാൻ നേരിട്ട് കണ്ടതാണ് എത്ര മൃഗീയമായാണ് അവരിതിനെ അടച്ചു കളയാൻ നോക്കിയത്. പക്ഷെ ഈ കുട്ടികൾ അടികൊണ്ടും ഇടികൊണ്ടും ചവിട്ടുകൊണ്ടും കുത്തുകൊണ്ടും ഒക്കെ വീണ്ടും തിരിച്ചു വന്ന അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. അവർക്ക് വേണ്ടത് ധർമ്മേന്ദ്ര പ്രധാന്റെ റെസിഗ്നേഷൻ ആയിരുന്നു. അതുപോലെ 2 മറ്റ് ഡിമാൻഡ്സും ഉണ്ടായിരുന്നു. അതെല്ലാം നേടിയെടുത്ത് നമ്മളെ കാണിച്ചു തന്നു ഇങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പോരാടേണ്ടതെന്ന്. തീർച്ചയായിട്ടും അഭിമാനിക്കാം. എനിക്കൊരു പേഴ്സണൽ വിക്ടറി ആയിട്ട് തന്നെ തോന്നുന്നു. ബിക്കോസ് അത്രയധികം ഞാൻ മാനസികമായി കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഇത് ഫോളോ ചെയ്തത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് എല്ലാ വ്യക്തിയുടെയും ഫൗണ്ടേഷൻ ആണ്. പക്ഷേ ഇത് എഡ്യൂക്കേഷന്റെ കാര്യം മാത്രമല്ല, ഇതൊരു ഹ്യൂമാനിറ്റേറിയൻ കാര്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മളുടെ ഗവൺമെന്റിനെ നമുക്ക് എല്ലാവർക്കും ചോദ്യം ചെയ്യാം. ഉത്തരവാദിത്തമായുള്ള ആൾക്കാരെ മാത്രം ആ ഒരു പൊസിഷനിൽ നമ്മൾ എത്തിക്കാൻ പാടും. ആൻഡ് ഒരു കാര്യം എനിക്ക് എല്ലായിടത്തും ഇനി പറയേണ്ടത് ഈ യുവജനങ്ങളോടാണ്. നിങ്ങൾ വോട്ട് ചെയ്യണം. നിങ്ങൾ വോട്ടേഴ്സ് ഐ ഡി എടുക്കണം. 18 വയസ്സ് എപ്പോഴാണോ നിങ്ങൾക്ക് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടുക അപ്പം മുതൽ എല്ലായിടത്തും പോയി വോട്ട് ചെയ്യുക. ബിക്കോസ് ആ ഒരു അടിസ്ഥാനത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന ആൾക്കാർ ആരാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. ബിക്കോസ് നിങ്ങളാണ് ഈ രാജ്യത്തിന്റെ ഒരു മെജോറിറ്റി എന്ന് മനസ്സിലാക്കണം. ആ മെജോറിറ്റിയുടെ ശക്തിയാണ് ജന്തർ മന്ദറിലും ഇന്ത്യയിലും മൊത്തം നമ്മൾ കണ്ടത്. അതിന്റെ ഒരു വിജയമാണ് നമ്മൾ എല്ലാവരും കണ്ടത്. സോ ഐ സല്യൂട്ട് the youngsters of the country and I am so proud of them. Vande Mataram. Jai Hind. ഒരൊറ്റ ചെറിയ കാര്യം കൂടി രഞ്ജിനി ഹരിദാസ്, അതായത് ഇത് വിക്ടറിയാണ്, വിജയമാണ്, ശരിയാണ്. പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളെ അടക്കം ലാത്തി കൊണ്ട് അശ്ലീല ഭാവത്തിൽ പെൺകുഞ്ഞുങ്ങളെ അടക്കം കുത്തിയ ആ അക്രമങ്ങൾ, അത് ആ നോവൽ നാടിൻ്റേത് മാറുമോ? നോവല് മാറില്ല. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നങ്ങളുടെ സമയത്തും വീണ്ടും ഉയർത്തെണീക്കാൻ പറ്റണം. അത് പ്രചോദനമായി എടുത്ത് അത് മുന്നേറാൻ വേണ്ടി ഒരു ശക്തിയായി നമ്മൾ ഉപയോഗിക്കണമെന്നേ ഞാൻ പറയുന്നു. നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും നമുക്ക് നോവൽ ഉണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മളുടെ ഹൃദയത്തിലെ ആ ഒരു സ്പിരിറ്റ് ആളി കത്തിക്കണം. എന്തായാലും ഈ ഒരു കാര്യം നടന്നത് നന്നായിന്നേ ഞാൻ പറയുള്ളൂ. ഉറങ്ങിക്കിടന്ന ഇന്ത്യ ഭാരതത്തിനെ ഉണർത്തിയതാണ് ഈ കൊച്ചുങ്ങളുടെ ഈ ഒരു പ്രൊട്ടസ്റ്റ്. നമ്മൾ ശരിക്കും ഗിവപ്പ് ചെയ്തിരുന്ന ഒരു സമൂഹമായിട്ട്, നമ്മൾ പ്രതികരിക്കൽ നിർത്തിയൊരു സമൂഹമായി, മാധ്യമങ്ങളൊക്കെ അവരുടെ ഒരു പെയ്ഡ് മീഡിയ ആയി മാറി. നമ്മൾ കണ്ടതാണ്, നാഷണൽ മീഡിയ ഒന്നും റിപ്പോർട്ടേ ചെയ്തിട്ടില്ല. ഈ കൊച്ചുങ്ങളെ തെളിയിച്ചു, നിങ്ങളെ ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങളുടെ കയ്യിൽ കൂട്ടായ്മയുണ്ട്, ശക്തിയുണ്ട്, ഈ ന്യൂസ് ലോകത്തെ എല്ലാ അറ്റത്തും എത്തിക്കാൻ. അതുകൊണ്ടാണ് ഇതൊരു റെവല്യൂഷണറി മൂവ്മെന്റ് ആയി മാറുന്നത്. ഈ കുട്ടികൾ അവരുടെ ബ്രേവറി, അവരുടെ സ്പിരിറ്റ്, അവരുടെ നോളജ്, അവരുടെ സിൻസിയറിറ്റി, അവരുടെ ഓണസ്റ്റി, അതെല്ലാം നമ്മൾ കണ്ട് ശരിക്കും നമ്മൾ കുറെ പഠിക്കാൻ ഇവരിൽ നിന്നും. സോ നമ്മൾ അതിൽ നിന്നും ഒരു പ്രചോദനം എടുത്ത് ലെറ്റ് ഇറ്റ് ലൈറ്റ് ദ ഫയർ ഇൻ അവർ ഹാർട്ട് and set it ablaze so we can continue this fight. And ഇനി നമ്മൾ എല്ലാവരും അതിന്റെ കൂടെ അങ്ങ് ഒത്തുചേർന്ന് ഒറ്റക്കെട്ടായിട്ട് ചെയ്യണം. അവർ അതിലൊരു തുടക്കം കുറിച്ച് വന്നിരിക്കുകയാണ് നമുക്ക്. ആൻഡ് തീർച്ചയായിട്ടും എനിക്ക് നല്ല വലിയ രീതിയിൽ ഹോപ്പ് ഉണ്ട്. ഇന്നും ഹോപ്പ് ഉണ്ട്. ഈ ഇസ്തിഫ റെസിഗ്നേഷൻ വന്നപ്പം ഒരു ആശ്വാസമായി. ബിക്കോസ് വി ഹാവ് എ ചാൻസ്, വി കൻ ഗെറ്റ് ഇറ്റ് ബാക്ക്. യു നോ വാട്ട് ഐ മീൻ? ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.